ഹലോ ഫ്രണ്ട്സ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് രേണുസുതി. സുതിച്ചേട്ടനോടുള്ള ഒരു ഇഷ്ടവും റെസ്പെക്റ്റും ഒക്കെ വെച്ചിട്ട് ജനമനസ്സുകളിൽ ഇടം പിടിച്ച ഒരു ലേഡിയാണ് ഈ രേണുസുതി എന്ന് പറയുന്നത്. അദ്ദേഹത്തിനോടുള്ള ആ ഒരു റെസ്പെക്റ്റിൻ്റെ പേരിൽ മാത്രമാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങൾക്കും ഭാര്യയ്ക്കുമായിട്ട് ഒരു വീട് വെച്ചു കൊടുത്തത്. ഫിറോസ് എന്ന വ്യക്തിയാണ് ഒരുപാട് പേരുടെയും സഹായത്തോടെ ഇവർക്ക് ഒരു വീട് വെച്ച് കൊടുത്തത്. അപ്പോൾ ഈ അഭിനയത്തിൻ്റെ പേരിൽ ഒരുപാട് വിവാദത്തിൽ ഇവർ പെട്ടിട്ടുണ്ട്. അത്ര നല്ല അഭിനയമൊന്നും പറയാൻ പറ്റത്തില്ല, വളരെ മോശമായിട്ടുള്ള അഭിനയമെന്ന് തന്നെ ഞാനിപ്പോൾ പറയും. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവരെ സപ്പോർട്ടായിട്ടാണ് ഇത്രയും നാളുമൊക്കെ നിന്നിരുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അവർ ഭർത്താവ് മരണപ്പെട്ട ഒരു ലേഡിയാണ്. അപ്പോൾ അവർക്ക് മുന്നോട്ട് ജീവിക്കണം, അതിന് വേണ്ടിയിട്ട് അവർ അറിയാവുന്ന തൊഴിൽ ചെയ്യുന്നു, അങ്ങനെ മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരുടേതായ രീതിയിൽ എല്ലാവരും എല്ലാം തികഞ്ഞവരല്ലല്ലോ. അപ്പോൾ നമ്മളെയൊക്കെ പോലെ തന്നെ അവരുടെ അഭിനയം അത്ര നല്ലതാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല, മോശമാണെന്ന് തന്നെ പറയാം. അതെനിക്ക് പറയേണ്ട കാര്യം ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരാഴ്ച കൊണ്ട് നടക്കുന്ന ആ ഒരു പ്രശ്നത്തിൻ്റെ ഇത് കൊണ്ടാണ് മുഖത്തടിച്ച പോലെ പറയുന്നത്. വളരെ വൾഗറായിട്ടുള്ള രീതിയിലുള്ള ഇതാണ് അവർ കാട്ടിക്കൂട്ടുന്നത് എന്ന് തന്നെ ഞാൻ പറയും. ഈ രേണുസുതി എന്ന ഈ ലേഡിയോട് എന്തെങ്കിലും നമ്മളൊരു ചോദ്യം അങ്ങോട്ട് ചോദിച്ച്, നമ്മൾ ചെന്ന് ചോദിക്കാൻ പോകുന്നില്ല, ചോദിച്ചവരുടെ കാര്യമാണ് പറഞ്ഞത്. എന്തെങ്കിലും ഒരു ചോദ്യം അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉത്തരം മുട്ടുന്ന രീതിയിലുള്ള ആ ഒരു കണ്ടീഷനിലെത്തുമ്പോൾ അവർ ഉടനെ പറയുന്നൊരു കാര്യമാണ് ഇതെല്ലാം ഞാൻ എന്ത് ചെയ്താലും എല്ലാവരെയും ബോധിപ്പിക്കണോ എന്നുള്ള എല്ലാവരെയും ബോധിപ്പിക്കേണ്ട എന്നുണ്ടായിരുന്നെങ്കിൽ ഈ വീടിൻ്റെ കാര്യം നിങ്ങൾ എന്തിന് മാധ്യമങ്ങളെ അറിയിച്ചു, എന്തിന് ജനങ്ങളെ അറിയിച്ചു? അവരവരുടെ പേഴ്സണൽ കാര്യമാണെങ്കിൽ പേഴ്സണലായിട്ട് വെച്ചിരിക്കണമായിരുന്നു, മറ്റൊരാളെ അറിയിക്കാൻ നിൽക്കരുത്. വീടിന് ചോർച്ചയുള്ളതും വീട് പൊളിഞ്ഞതും അങ്ങനെ മോട്ടർ കംപ്ലൈൻ്റ് ആയതും അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ അവരവരുടെ ഇതിൽ നിൽക്കണമായിരുന്നു. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനായിട്ട് നിൽക്കരുതായിരുന്നു. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ ആകണം. നിങ്ങളുടെ കാര്യം നിങ്ങൾ മാത്രമാണ് നോക്കണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ നോക്കരുത്. ഇത് നിങ്ങൾ തന്നെ പറയുന്ന ഡയലോഗാണ്, എപ്പോഴും അവർ പറയുന്ന ഒരു ഡയലോഗാണ്. എനിക്കത് കേൾക്കുമ്പോൾ ഇപ്പോഴാണെങ്കിൽ എനിക്കത് കേൾക്കുമ്പോൾ ദേഷ്യം വരും. നേരത്തെ ഒന്നും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഈ ഒരു കാര്യം കൊണ്ട് കേൾക്കുമ്പോൾ ദേഷ്യം വരും. എല്ലാവരെയും ബോധ്യപ്പെടുത്തണമെന്ന്, ഞാൻ എന്ത് ചെയ്താലും എല്ലാവരെയും ബോധ്യപ്പെടുത്തണമെന്ന്. ബോധ്യപ്പെടുത്തണ്ടെങ്കിൽ അടച്ച് വീട്ടിലിരിക്കണം, അവരവൻ്റെ കാര്യം നോക്കി. സുതിച്ചേട്ടനോടുള്ള സ്നേഹത്തിൻ്റെ പുറത്ത് സുതിച്ചേട്ടൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഫിറോസ് എന്ന വ്യക്തി കുറച്ച് ആളുകളുടെ സഹായത്തോടെ വെച്ച് തന്ന നിങ്ങൾക്ക് തന്ന ഗിഫ്റ്റാണ് ആ വീട്. അങ്ങനെ വരുമ്പോൾ ഒരാളൊരു ഗിഫ്റ്റ് തന്നു കഴിഞ്ഞാൽ അത് സംരക്ഷിക്കേണ്ടത്, അതിന് ഡാമേജ് ഒന്നും കൂടാതെ സംരക്ഷിക്കേണ്ടത് അത് കൈനീട്ടി വാങ്ങുന്നവരുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഇപ്പോൾ കൈനീട്ടി വാങ്ങി നിൽക്കുന്നത് ആരാണ്? ഇതൊക്കെ ആ ചിരിച്ചോണ്ട് അന്ന് കൊള്ളായിരുന്നു വീട് വെച്ച് തന്നവരും കൊള്ളായിരുന്നു, എല്ലാവരും കൊള്ളായിരുന്നു. കുറച്ച് ഒരു നിലയിലോട്ട് അങ്ങോട്ട് നീങ്ങിയപ്പോഴത്തേക്കും എല്ലിനിടയിൽ കുത്തലുണ്ടാകുമ്പോഴത്തേക്കും പലതും തോന്നും. അപ്പോൾ ഈ കൈനീട്ടി വാങ്ങിയപ്പോഴത്തേക്കും ആ വീടിന് ചോർച്ചയില്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. എന്തുകൊണ്ടാണ് ചെറിയ ചാറ്റൽ അകത്തേക്ക് അടിക്കുന്നതെന്ന് ആ ഫിറോസ് ചേട്ടൻ തന്നെ അത് പറയുന്നുണ്ട് കേട്ടോ. ആ ചേട്ടൻ പറയുന്നുണ്ട് ആ വീടിൻ്റെ കൺസ്ട്രക്ഷൻ അങ്ങനെയാണ്, തണുപ്പ് കിട്ടുന്ന രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷൻ അങ്ങനെ എന്തോ പറയുന്നുണ്ടായിരുന്നു കേട്ടോ വീഡിയോയിൽ. എനിക്ക് വീഡിയോ അതിൻ്റെ അകത്ത് ഇടാൻ പറ്റത്തില്ല, അതാണ് ഞാൻ ഇടാത്തത് ഒരുപാട്. അപ്പോൾ ആൾ തന്നെ അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. അത് മിക്കവരുടെയും വീടുകളിലാണ്, നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ ഉണ്ടല്ലോ ചാറ്റൽ. നമ്മളെ വീടുകളിൽ പണി പോലും തീർന്നിട്ടില്ല, ഒരുപാട് ചാറ്റലും എല്ലാം ഉണ്ട്. എന്നിട്ട് നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയ വിളിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് ഒരു ഔദാര്യമായിട്ട് നിങ്ങൾക്ക് ആ വീട് കിട്ടിയതുകൊണ്ടല്ലേ നിങ്ങളിപ്പോൾ ഇത്ര തണ്ടിൽ നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് വിളിച്ച് പറയുന്നത്. ആ തന്നയാളെ നാണം കെടുത്തുന്ന രീതിയിലല്ലേ പറയുന്നത്. അവരിതിനു മുമ്പും ഒരുപാട് പേർക്ക് വീട് വെച്ച് കൊടുത്തിട്ടുള്ള ആളാണ്. ഇതിനു മുൻപും വീടുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ എന്തുകൊണ്ട് പരാതി പറയുന്നില്ല? അപ്പം നിങ്ങൾക്ക് എല്ലിൻ്റെ ഇടയിൽ കുത്തുക കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇതിന് പരാതിയായിട്ട് പറയുന്നത്. ആ വീട് വെച്ച് തന്നു, അതവിടെ കഴിഞ്ഞു. ബാക്കി ഫൗണ്ടേഷൻ കെട്ടേണ്ടതും പുറത്തേക്ക് ബാക്കി റൂം എടുക്കേണ്ടതും എന്ത് തന്നെയാണെങ്കിലും ആ വീട്ടിൽ വീണ്ടും പരിപാടി ചെയ്യണമെങ്കിൽ അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. കയറി കിടക്കാനൊരു ഇടം മാത്രമേ ആൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ, അല്ലാതെ നിങ്ങളുടെ ഫാമിലിയുടെ ഫുൾ ഉത്തരവാദിത്തം അയാൾ ഏറ്റെടുത്തിട്ടില്ല. മനസ്സിലായില്ലേ? വീട് വെച്ച് തന്നയാൾ ഏറ്റെടുക്കേണ്ട കാര്യമില്ല. മോട്ടർ കംപ്ലൈൻ്റ് ആണെങ്കിലും പൈപ്പ് പൊട്ടിയാൽ അത് നിങ്ങളുടെ കയ്യിരിക്കുന്ന പൈസ എടുത്ത് ഇറക്കണം. എന്തായാലും വീട് വെക്കാന്ന് പറഞ്ഞാൽ ചില്ലറപ്പെട്ട പൈസ അല്ലല്ലോ വേണ്ടത്. ഇപ്പോഴത്തെ ചിലവ് വെച്ചിട്ട് അറിയാം, ധാരാളം പൈസ ഇറക്കിയാലേ ഒരു വീടാവുള്ളൂ. അത്രയും ചെയ്തു തരാമെന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ തന്നെ നോക്കണം. നിങ്ങൾ തന്നെ പറയുന്ന ആ വാക്ക് എനിക്ക് എല്ലാവരെയും ബോധ്യപ്പെടുത്തേണ്ടതുണ്ടോയെന്ന്, എല്ലാ കാര്യങ്ങളും എല്ലാവരെയും ബോധ്യപ്പെടുത്തേണ്ടതുണ്ടോയെന്ന്. ബോധ്യപ്പെടുത്തേണ്ടതില്ലെങ്കിൽ ഇതൊക്കെ തനിയെ റെഡിയാക്കിക്കൊണ്ട് അവിടെ തന്ന വീട്ടിലിരിക്കണം, അല്ലെങ്കിൽ പോയി വാടകയ്ക്ക് താമസിക്കണം. ആ വീട്ടിൽ തന്നെ കയറി കിടക്കണമെന്ന് ആരും കരാർ എഴുതിയിട്ടൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവിടെ കിടക്കാം, അല്ലെങ്കിൽ വേറെ വാടകയ്ക്ക് പോവാം.
ഇതിപ്പോൾ ആ വീട് അവർ വെച്ച് തന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ജീവിക്കണമല്ലോ, എവിടെയെങ്കിലും ജീവിച്ചേ പറ്റുള്ളൂ. ഷെഡാണെങ്കിൽ ഷെഡ്, എവിടെയാണെങ്കിലും ജീവിച്ചേ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ ഇപ്പോൾ ഇത്രയും സൗകര്യങ്ങളും കുറച്ച് പൈസയൊക്കെ നിങ്ങളുടെ കയ്യിലേക്ക് ഇത് അഭിനയമോ അതും ഇതുമൊക്കെ ആയിട്ട് എത്തിയപ്പോഴത്തേക്ക് നിങ്ങൾക്ക് അഹങ്കാരം. എന്നാൽ സഹായിച്ചവരെല്ലാം കുത്തണം എന്നുള്ള ഒരു അഹങ്കാരം ഒരിക്കലും നല്ലതിനല്ല. ഇത് ആ വീഡിയോയുടെയൊക്കെ താഴെ ഞാൻ നല്ല വ്യക്തമായിട്ട് നോക്കി ഒരൊറ്റ മനുഷ്യരൊരു നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഒരു കമൻറ്റ് ഇട്ടിട്ടില്ല. മൊത്തം ആളുകൾ ഇതിനെ നിങ്ങൾ എതിരെ പറയുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു കുടിലാണെങ്കിൽ, ഒരു ചെറിയൊരു ഷെഡാണെങ്കിലും ഒരാളത് വെച്ച് തന്നാൽ അത് നമുക്ക് കയറി കിടക്കാൻ വേണ്ടിയിട്ടാണ് വെച്ച് തന്നത്, അല്ലാതെ അവിടെ ഇരുന്ന് സൂഹിക്കാൻ വേണ്ടിയിട്ടല്ല. മനസ്സിലായില്ലേ? അതൊരു പ്രൊട്ടക്ഷനായിട്ട് നമുക്ക് രാത്രി കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ആണ് വെച്ച് തന്നെന്നങ്ങ് ചിന്തിച്ചിരുന്നാൽ മതി. അല്ലാതെ നിങ്ങൾക്ക് സുഖലോലുഭയായിട്ട് അവിടെ അതിൻ്റെ അകത്ത് വാഴാൻ വേണ്ടിയിട്ട് എല്ലാ AC-യും കൂടി ഫിറ്റ് ചെയ്ത് തരാൻ പറയാത്ത എന്ത്, നിങ്ങൾ വിളിച്ച് പോവാത്ത എന്ത്? ഇവിടെ ചോരുന്നുണ്ട്, അതിനൊരു ഷീറ്റ് വെച്ച് കെട്ടണം, അതറിഞ്ഞൂടെ? ഷീറ്റ് വെച്ച് അത് എക്സ്ട്രാ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മഴച്ചാറ്റലടിക്കുന്നത് മാറും. അത് ഇത്രയും നാളായിട്ട് അറിയത്തില്ലേ? ഇത്രയും നാക്കിന് നീളമുണ്ടല്ലോ നിങ്ങൾക്ക് വിളിച്ച് പോവാൻ. അപ്പോൾ അത് അറിയത്തില്ലേ നിങ്ങൾക്ക്? ചെറിയൊരിത് വെച്ച് കിട്ടണം. ഇത് നിങ്ങളെല്ലാവരും കാണണം എന്നുള്ള ഇത് കൊണ്ട് തന്നെ ഈ വീഡിയോ ഇടുന്നത്. മനസ്സിലായില്ലേ? നന്ദികേട് കാണിക്കരുത്, നന്ദികേട്. ഒരു ചെറിയൊരു ഓരോരുത്തരുടെ സ്വപ്നമാണ് വീടെന്ന് പറഞ്ഞാൽ, അറിയാമോ? ഇത്രയും നല്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല ആ ഒരു വീടിൻ്റെ ഭംഗി നോക്കുക. അത്രയും നല്ലൊരു കയറി കിടക്കാനൊരു വീടുണ്ടാക്കി കൊടുത്തപ്പോൾ അതിന് വരുന്ന ബാക്കിയുള്ള ഡാമേജുകളും പാച്ച് വർക്കുകളും നിങ്ങൾ തന്നെ ചെയ്യണമെന്നേ, അല്ലാതെ അത് സോഷ്യൽ മീഡിയയെ വിളിച്ച് പറയുകയല്ല. എന്നിട്ടൊരു ലോക്കൽ ഡയലോഗും അവരുടെ എല്ലാവരെയും ബോധ്യപ്പെടുത്തണമെന്ന്. ഉത്തരം മുട്ടുന്ന സമയമാകുമ്പോൾ ഇവർ പല ഇൻ്റർവ്യൂവിലും എടുത്തിടുന്ന ഡയലോഗാണിത്. എല്ലാവരെയും ബോധ്യപ്പെടുത്തണമെന്ന്. അല്ലെങ്കിൽ പിന്നെ ബോധ്യപ്പെടുത്താൻ, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിനൊക്കെ പോയി ഇരിക്കുന്ന എന്തിന്? വീട്ടിലിരുന്നാൽ പോരെ? അവരവൻ്റെ ജോലി നോക്കി വീട്ടിലിരിക്കണം. ബോധ്യപ്പെടുത്താൻ പറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയല്ലേ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുന്നത് തന്നെ നിങ്ങൾ. അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ പുറത്ത് വിളിച്ച് പറയുമോ? ചാറ്റലുണ്ടായാലും ആൾ വീട്ടിൽ വന്നതുകൊണ്ടല്ലേ പറഞ്ഞത്, അല്ലെങ്കിൽ മിണ്ടാതിരിക്കണം. അത് നമ്മൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഇത് അവർ വീട് വെച്ച് തന്നല്ല അയാൾ കരുവാരി തേക്കുന്ന പോലുള്ള നടപടിയല്ലേ നിങ്ങളിപ്പോൾ ചെയ്തത്. അതുകൊണ്ട് മാത്രമാണ് ഇത് പറയുന്നത്. നിങ്ങൾ അഭിനയിക്കുക, എവിടെ ഫാഷൻ ഷോയ്ക്ക് പോകുക, എന്ത് വേണമെങ്കിൽ ചെയ്താലും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷേ ജനങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ തെറ്റ് കണ്ടാൽ നമ്മൾ പ്രതികരിക്കും. ഇവിടെ ജനാധിപത്യമാണുള്ളത്. അല്ലാതെ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. നിങ്ങൾക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളത്, അതാണല്ലോ നിങ്ങൾ പറയുന്നത് എല്ലാവരെയും ബോധ്യപ്പെടുത്തണോ എന്ന്. അതെ, ബോധ്യപ്പെടുത്തണ്ടെങ്കിൽ മിണ്ടാതിരിക്കണമെന്നേ. ഇപ്പം നമ്മൾ അറിഞ്ഞുകൊണ്ടല്ലേ ഇതിപ്പോൾ നമ്മൾ പ്രതികരിക്കും. ഇപ്പം ഞാൻ തന്നെയാണെങ്കിലും ഈ വാർത്ത നിങ്ങളുടെ വായിൽ നിന്ന് തന്നെ നമ്മൾ ഓരോ സോഷ്യൽ മീഡിയ വഴി നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് നമ്മളിത് പ്രതികരിക്കുന്നത്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തണ്ടെന്നുണ്ടെങ്കിലും മിണ്ടാതെ വായടച്ചിരിക്കണം. അവരവരുടെ ജോലി നോക്കി മക്കളെ നോക്കി വീട്ടിലിരിക്കണം. ആ വീട്ടിൽ താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേറെ വീട് വെച്ച് പോകണം. മനസ്സിലായില്ലേ? നിങ്ങളുടെ സ്വന്തം പൈസയ്ക്ക് ഷെഡ് കെട്ടി താമസിക്കണം. അത്രയ്ക്ക് അന്തസ്സുള്ളവർ. അയാൾ വെച്ച് തന്ന ഫിറോസ് വെച്ച് തന്ന വീട്ടിൽ താമസിക്കേണ്ടെന്നേ, അത്രയല്ലേ പ്രശ്നം തീർന്നില്ലേ? ആ ചേട്ടൻ വെച്ച് തന്ന വീട്ടിൽ നിങ്ങൾ ഇത്ര ഉളുപ്പില്ലാതെ പിന്നെ താമസിക്കുന്ന എന്തിന്? ഫിറോസിക്ക പറഞ്ഞിട്ടുള്ളത് പല പ്രാവശ്യം ഇവർ മോട്ടർ കംപ്ലൈൻ്റായി, പിന്നെ അതുപോലെ പൈപ്പ് പൊട്ടി, അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ അത് റെഡിയാക്കി തരണം എന്നുള്ള രീതിയിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല, വേറെ ആ ഏജൻസിയിലോട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. എല്ലാം റെക്കോർഡാണ്. ആരും നുണ പറയേണ്ട കാര്യമില്ല. എവിടെ എങ്ങോട്ടൊക്കെ വിളിച്ചിട്ടുണ്ടെന്ന് എല്ലാം റെക്കോർഡാണല്ലോ. അപ്പോൾ അങ്ങനെ നുണ പറയേണ്ട കാര്യമില്ല. നുണ പറഞ്ഞാൽ എന്നാണെങ്കിലും പൊളിയും. ആരാണെങ്കിലും നുണ പറഞ്ഞു കഴിഞ്ഞാൽ എന്നാണെങ്കിലും പൊളിയുമല്ലോ. അപ്പോൾ ഇങ്ങനെ വിളിച്ച് പറയേണ്ട കാര്യം എന്താ? നാണമുള്ളവരാണെങ്കിൽ ഇതൊന്നും ഇങ്ങനെ വിളിച്ച് പറയത്തില്ല. സോഷ്യൽ മീഡിയ വഴി മറ്റുള്ളവരെ അറിയിച്ച് നാണം കെടുത്തും എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ പറയുന്നതെല്ലാം റെക്കോർഡായിരിക്കുമല്ലോ. അതിനിവിടെ നുണയാണെന്ന് തോന്നുവാണെന്നെങ്കിൽ നോക്കിയാൽ പോരെ. അപ്പോൾ അതങ്ങനെ. അപ്പോൾ ഇങ്ങനെ പറയണ്ട, അതാണ് അവർ ഉദ്ദേശിച്ചത്. ഇപ്പം ഇങ്ങനെ ഒരു ഇത് കൊടുത്തത് അവരെ കരിവാരി തേക്കാൻ വേണ്ടി തന്നെയാണ്. അവർ മോശം വീട് വെച്ച് തന്നു എന്നുള്ള രീതിയിൽ ഇവർക്കൊന്നുകൂടി ഒന്ന് ഉയരാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം എടുത്തിട്ടത്. പക്ഷേ ചീറ്റിപ്പോയി, കംപ്ലീറ്റ് ആയിട്ട് പാളിപ്പോയെന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ മണ്ടന്മാരല്ല ജനങ്ങൾ. മനസ്സിലായില്ലേ? എന്നിട്ട് ലാസ്റ്റ് പല ഇൻ്റർവ്യൂവിലും ഞാൻ കേട്ടു, ലാസ്റ്റ് ഒരു ഡയലോഗ് പറയുന്നുണ്ട്, അത് പൊളിച്ചു കളയൂന്ന് ഒരാൾ പറഞ്ഞു. പൊളിച്ചു കളയെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ചെറ്റവർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ പൊളിച്ചു കളഞ്ഞില്ലെങ്കിൽ അതിശയമുള്ളൂ. അത് അയാളുടെ അന്തസ്സ്. പൊളിച്ചു കളയാത്തത് അയാൾക്ക് മാന്യതയുള്ളതുകൊണ്ട്. അതുകൊണ്ട് പൊളിച്ചു കളയാത്തതെന്ന് വിചാരിച്ചാൽ മതി. അത്ര തന്നെ വിചാരിച്ചാൽ മതി. എന്താണെങ്കിലും തീരെ മോശമായിപ്പോയി. നിങ്ങളെ ഈ ഒരു കാര്യത്തിന്, നിങ്ങൾ ഈ ചെയ്ത ഒരു പ്രവൃത്തിക്ക് ഒരിക്കലും നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ അഭിനയിക്കുന്നതും നിങ്ങൾ ആ ഫാഷൻ ഷോയ്ക്ക് പോകുന്നതൊക്കെ നിങ്ങളുടെ ജീവിതകാര്യം എന്ന് വെച്ചാൽ നമ്മളല്ല നിങ്ങൾക്ക് ചിലവിന് തരുന്നത്. അത് ഓക്കെ, നിങ്ങൾ വരുമാനം കണ്ടെത്തുക. പക്ഷേ കരിവാരി തേക്കരുത്, നന്ദികേട്.
സഹായം ചെയ്തവരോട് നന്ദികേട് കാണിച്ചാൽ, സുധിച്ചേട്ടനോടുള്ള സ്നേഹം കൊണ്ട് സഹായിച്ചവരോട് നന്ദികേട് കാണിച്ചാൽ ജനങ്ങൾ പ്രതികരിക്കും. അത്ര തന്നെ. താങ്ക് യു ഫോർ വാച്ചിങ്.